ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മറ്റൊരു രസകരമായിട്ടുള്ള, ഐ പ്രോമിസ് യു, ഇത് ഭയങ്കര രസകരമായിരിക്കും. ഇഫ് യു ആർ എ ഹാർഡ് കോർ MMA ഫാൻ, UFC ഫാൻ, ഈ വീഡിയോ നിങ്ങളെ ഒട്ടും തന്നെ ഡിസപ്പോയിന്റ് ചെയ്യുകയില്ല. ഫുൾ ലാസ്റ്റ് വരേക്കും കാണുക. അപ്പോൾ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഹംസ ഷിമേവ് വേഴ്സസ് ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്. ആരാണ് ഈ ഫൈറ്റിൽ ജയിക്കാൻ പോകുന്നത്? യെസ്, പ്രഡിക്ഷൻ വീഡിയോ ആണ്. പിന്നെ ഈ പ്രഡിക്ഷൻ വീഡിയോ സാധാരണ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രഡിക്ഷൻ വീഡിയോ നടത്താനായിട്ട് ഞാൻ നിരത്തുന്ന തെളിവുകൾ, ഞാൻ നിരത്തുന്ന റിസർച്ചുകൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഹിന്ദിയിൽ മാത്രമല്ല, ഒരുപക്ഷെ ചിലപ്പോൾ ലോകത്താരും തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടാവില്ല. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അല്പം എന്നാൽ കഴിയുന്ന രീതിയിലുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് നീണ്ടുപോയേക്കും. അതെൻ്റെ സാധാരണ സ്റ്റൈലല്ല, പക്ഷെ ഒന്ന് ക്ഷമിക്കുക, ലാസ്റ്റ് വരേക്കും കാണുക. ഓക്കെ, അപ്പോൾ ഹംസ ഷിമേവ് വേഴ്സസ് ഡ്രീക്കസ് ഡ്യൂപ്ലസിസ് ആര് ജയിക്കും? അതിന് ഞാൻ പറയുന്ന ഉത്തരം, എനിക്ക് ഫീൽ ചെയ്യുന്നത്, എൻ്റെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ, വെറുതെ പറയുന്നതല്ല, എൻ്റെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഹംസ ഷിമേവ് ഈ കളി കൊണ്ടുപോകും. ഹംസ ഷിമേവ് ആണ് ഈ ഫൈറ്റ് ജയിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇപ്പോൾ ആ കളി കഴിഞ്ഞാലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ആര് ജയിക്കുന്നത്. നമ്മുടെ തോന്നലാണ്, നമ്മുടെ പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ തെറ്റാം. അപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കല്ല് വാരി എറിയരുത്, ക്ഷമിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ്, കണക്കുകൂട്ടൽ തെറ്റാം. അപ്പോൾ ഹംസ ഷിമേവ് ഡ്രീക്കസ് ഡ്യൂപ്ലസിസിനെ തോൽപ്പിച്ചേക്കാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, എൻ്റെ സ്റ്റഡി പറയുന്നത്, എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഒരു തോന്നൽ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് റിസർച്ച് കണ്ടക്ട് ചെയ്തു, അത് ഞാനിവിടെ നിരത്താൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, ഹംസ ഷിമേവ്, ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്. നമുക്ക് ഡ്രീക്കസ് ഡ്യൂപ്ലസിസിൽ നിന്ന് തുടങ്ങി ഹംസ ഷിമേവിൽ അവസാനിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് വരേക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കമൻറ്റും ചെയ്യണം. അപ്പോൾ ഡ്രീക്കസ് ഡ്യൂപ്ലസിസ് ഇപ്പോൾ ലാസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ട്രെയിൻ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ഒരു ദീർഘമായ കുറേ അധികം പോയിന്റുകളുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നുപോലും വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ ഡ്രീക്കസ് ഡ്യൂപ്ലസിസ് ട്രെയിൻ ചെയ്യുന്നത് CIT പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗത്ത് ആഫ്രിക്ക, പ്രിട്ടോറിയ, അവിടെയാണ് പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്യുന്നത്. പുള്ളിയുടെ കോച്ചിന്റെ കീഴിൽ, അറിയാമല്ലോ, പുള്ളിയുടെ കോച്ചും ടീമും ഒക്കെ. അപ്പോൾ അവിടെ പുള്ളിക്ക് ഒരു നല്ല ടീം തന്നെയുണ്ട്, ഒരു നല്ല ജിംനേഷ്യമാണ്. അതുകൊണ്ടാണല്ലോ ഡ്രീക്കസിനെ പോലുള്ള ഒരു ചാമ്പ്യൻ അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രീക്കസ് ഡ്യൂപ്ലസിസിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ആഴത്തിൽ തപ്പി ഇറങ്ങി ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തപ്പോൾ അവിടെ സ്ട്രൈക്കിങ്ങിന്, ഈ CIT പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ട്രൈക്കിങ്ങിന് നല്ലൊരു പ്രാധാന്യം തന്നെയുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഹംസത്തിന്റെ കൂടെയാണല്ലോ ഫൈറ്റ്. അപ്പോൾ എന്തായാലും റെസ്ലിംഗ് ഗ്രാപ്ലിംഗ് വേണം. ഈ റെസ്ലിംഗ് ഗ്രാപ്ലിങ്ങിന്റെയും നല്ലൊരു ട്രെയിനിങ് ഡ്രീക്കസ് നേടുന്നുണ്ട് എന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള പ്രൂഫ് ഡ്രീക്കസ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി സ്ട്രൈക്കിംഗ് ചെയ്യുന്നു, പുള്ളി റെസ്ലിംഗ് ട്രെയിൻ ചെയ്യുന്നു, ഗ്രൗണ്ട് ഗെയിമിൽ ഗ്രാപ്ലിംഗും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഹംസത്ത് ജയിക്കും എന്ന് പറയുന്നത്, ഹംസത്തിന്റെ വലിയ ഫാൻ ആണ് ഞാൻ എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇൻഫാക്ട് എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. ഇൻഫാക്ട് എനിക്ക് എല്ലാ ഫൈറ്റേഴ്സിനെയും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇത് നിരത്തുന്നത് ചില ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ്, ചില ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹംസത്തിനെ ഇഷ്ടമാണ്, ഡ്രീക്കസിനെയും ഇഷ്ടമാണ്. പക്ഷേ രണ്ടുപേരും നല്ല ഫൈറ്റേഴ്സ് ആണ് താനും. പക്ഷേ നമ്മുടെ ഒരു ലോജിക്ക് പറയുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഡ്രീക്കസ് ഡ്യൂപ്ലസിസ് ഇവിടെ സ്ട്രൈക്കിങ്ങും റെസ്ലിങ്ങും ഗ്രാപ്ലിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ CIT പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡ്രീക്കസ് ആണ് ഒരേ ഒരു ചാമ്പ്യൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതരം ശൈലി ഉണ്ടല്ലോ, പുള്ളിയുടെ പേഴ്സണാലിറ്റി, കളർഫുൾ പേഴ്സണാലിറ്റി, അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി ആ ഒരു ചാമ്പ്യൻ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റാരും തന്നെ ഐഡന്റിഫൈബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റാരെയും തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ CIT പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റയിലുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.
ഇതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹ്യൂഗോ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഡ്രീക്കസ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ സ്പാറിംഗ് പാർട്ട്ണർ. ഈ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂഗോ താടി വളർത്തിയിട്ടുണ്ട്. അത് ഇവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. കാരണം ഹംസ ഷിമേവിനെ പോലെ താടി വളർത്തിയിട്ടാണ്, അതേ സ്റ്റൈലിൽ താടി വളർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആകുമത്രേ എന്നാണ് ഡ്രീക്കസ് ഡ്യൂപ്ലസിസ് പറയുന്നത്. അവരുടെ ഫോട്ടോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹ്യൂഗോ ഹംസത്തിനെ പോലെ താടി വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഹ്യൂഗോയ്ക്ക് ഹംസത്തിനെ പോലെ ഗ്രാപ്ലിംഗ്, റെസ്ലിംഗ് അറ്റാക്സ് ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ എങ്ങും കണ്ടില്ല. ഹ്യൂഗോ ഒരു സ്ട്രൈക്കറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രൈക്കിംഗ് കണ്ടമാനം ഡ്രീക്കസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത് യാതൊരു സംശയമില്ല. ഡ്രീക്കസ് റെസ്ലിംഗ് ഗ്രാപ്ലിംഗും ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹംസത്തിന്റെ ലെവലിൽ എത്താൻ പാകമുള്ള ഒരു റെസ്ലിംഗ് ഗ്രാപ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് എൻ്റെ റിസർച്ചിൽ കാണാൻ സാധിച്ചില്ല. എൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ അങ്ങോട്ട് പോയല്ല റിസർച്ച് കണ്ടക്ട് ചെയ്ത, സോഷ്യൽ മീഡിയയിൽ തപ്പിപ്പെറുക്കി കിട്ടുന്നതാണ്. നമുക്ക് സത്യാവസ്ഥ അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഇനി ഡ്രീക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് കാണാനായിട്ട് പ്രൂഫ്സ് ഇല്ല, എവിഡൻസ് ഇല്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാൻ. നിങ്ങൾക്ക് ഈ ഫോട്ടോയും കാണാൻ സാധിക്കും. ഡ്രീക്കസ് ഡ്യൂപ്ലസിന്റെ ആ ഒരു കോച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡ്രീക്കസ് ഡ്യൂപ്ലസിനെയും കോച്ചിനെയും ചേർത്തുള്ള രസകരമായിട്ടുള്ള കഥകൾ വേറെയുമുണ്ട്. അവര് പരസ്പരം ഉമ്മ കൊടുക്കുകയോ, ഓക്കെ, അപ്പോൾ അവര് പരസ്പരം ഉമ്മ കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാൻ പറയാൻ കാരണം, രസകരമായി ഹംസ ഷിമേവ് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ട്രോളുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ദ ലേറ്റസ്റ്റ് ഹംസ ഷിമേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിനയ കുലീനനൊക്കെയാണ്. പക്ഷെ ഈ വിനയ കുലീനതയ്ക്ക് ഇടയിലും ഹംസ ഷിമേവ്, അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായോ, പണ്ട് ഹംസ ഷിമേവ് എന്നൊക്കെ പറയുമല്ലോ. ഇപ്പൊ ഹംസ ഷിമേവ് റോബർട്ട് വിട്ടേക്കറിന് മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയങ്കര വിനയ കുലീനനാണ്. അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ആ വിനയ കുലീനതയ്ക്കിടയിലും പുള്ളി ഡ്രീക്കസ് ഡ്യൂപ്ലസിനെയും കോച്ചിനെയും ടീമിനെയും കാല് വാരുന്നുണ്ട്. അതായത് അവരുടെ ലവ് അഫെയർസ് സംതിങ്, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഹംസത്ത് അതിനെ കാല് വാരുന്നുണ്ട്. ഡ്രീക്കസിനെ അറിയാമല്ലോ, പുള്ളി വെറുതെ ഇരിക്കത്തില്ല, പുള്ളിയും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഡ്രീക്കസിന്റെ സൈഡിൽ. ഇപ്പൊ തന്നെ ഈ വീഡിയോ 7-7.5 മിനിറ്റോളമായി. ഒന്ന് ക്ഷമിക്കുക, കാരണം ഇനി പാർട്ട് 2 ആണ്. ഇനി നമ്മൾ ഹംസ ഷിമേവിന്റെ ട്രെയിനിങ്ങിലേക്ക് വരികയാണ്. ഗൈസ്, ഇതാണ് ഹംസ ഷിമേവ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇതുവരേക്കും, ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നിടം വരെ അദ്ദേഹത്തിന്റെ റെക്കോർഡിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുവാണ്. അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഹംസ ഷിമേവും ടീമും ഇപ്പോൾ അമേരിക്കയിൽ എവിടെയാണ്, ലോസ് ഏഞ്ചലസ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ലോസ് ഏഞ്ചലസിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നതിന് മുമ്പ് ഹംസ ഷിമേവിന്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഗൈസ്, ഞാൻ ഹംസ ഷിമേവിനെ പിക്ക് ചെയ്തത്, ഈ ഫൈറ്റിൽ ജയിക്കുമെന്ന് പിക്ക് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം രണ്ടുപേരും നല്ല ഫൈറ്റേഴ്സാണ്. ഡ്രീക്കസ് ഒരു ചാമ്പ്യനാണ്, ഹംസത്ത് ഒരു ടോപ്പ് ലെവൽ ഫൈറ്ററാണ്. പക്ഷേ ഞാൻ ഉമറിന്റെയും നമ്മുടെ മെറാബിന്റെയും കേസിൽ പ്രൊഡിക്ഷൻ നടത്തിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു യൂണിവേഴ്സൽ, ഒരു കോസ്മിക് ലോ ഉണ്ട്. യൂണിവേഴ്സ്, പ്രകൃതി നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ഞാൻ മെറാബിനെ പിക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഹംസത്ത് ഡ്രീക്കസിന്റെ ഫൈറ്റിലും അത് നടക്കുകയാണെങ്കിൽ, ഇത് ക്യാൻസൽ ആയില്ലെങ്കിൽ, യൂണിവേഴ്സ്, പ്രകൃതി, യൂണിവേഴ്സ് ഇത് കാണുന്നുണ്ട്. ഒരു കോസ്മിക് ലോ ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് ഡ്രീക്കസ് ആണോ ഹംസത്താണോ? നിങ്ങൾ പറയൂ. എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലേ തന്നെ, ജന്മം മുതലേ ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ ഡാർക്ക് ഫേസിലൂടെ കടന്നുപോയത് ഹംസ ഷിമേവ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹംസ ഷിമേവിനെ ഈ ഫൈറ്റ് ജയിക്കും എന്ന് പിക്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു മനസ്സിലാക്കലിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതാരോ അവർക്കാണ് യൂണിവേഴ്സ് റിസൾട്ട് നൽകുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹംസ ഷിമേവ് ആണ് ഇത് ജയിക്കും എന്ന് അതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്തത്. അപ്പോൾ ഹംസ ഷിമേവ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ലോസ് ഏഞ്ചൽസ് ഇവിടെ, അതിനു മുമ്പ് ഹംസ ഷിമേവ് പല സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം കൊറോണ കാലഘട്ടത്തിൽ, നിങ്ങളെല്ലാം മറന്നുപോയിരിക്കും, കൊറോണ കാലഘട്ടത്തിൽ ഈ ഒരു വൈറസിന്റെ സ്ട്രെയിൻ പല രാജ്യങ്ങളിൽ പല തരത്തിലായിരുന്നു, പല ശരീരങ്ങളെ പല തരത്തിലാണ് കൊറോണ വൈറസ് എഫക്ട് ചെയ്തത്. പക്ഷേ ഹംസ ഷിമേവിനെ അത് തകർത്ത് കളഞ്ഞിരുന്നു. ഹംസ ഷിമേവിന് കൊറോണ മൂലമുള്ള ഡിഫിക്കൽട്ടീസ് കാരണം റിട്ടയർമെന്റിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒപ്പം ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ പറയുമ്പോൾ, അല്ലേ? അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കി, ഞാൻ റിസർച്ച് ചെയ്തത്, ഹംസ ഷിമേവിന് പനി മാറിയേനെ. പക്ഷെ പനി വരുമ്പോൾ പുള്ളി റെസ്റ്റ് എടുക്കത്തില്ല. കാരണം പുള്ളി ഒരു ട്രെയിനിങ് ഭ്രാന്തനാണ്. അതായത് ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം പുള്ളിക്ക്. അപ്പൊ പനി മാറുന്നതിന് മുമ്പ് പുള്ളി ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യും. അപ്പോൾ ഇത് വീണ്ടും ശരീരം തിരിച്ചടിക്കും. അപ്പൊ ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയി.
ഹംസ ഷിമേവിന്റെ ശരീരം തകർന്നു പോയി. അവിടെ നിന്ന് പുള്ളിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. പുള്ളി ഭയന്നു പോയി, പുള്ളിയുടെ റിലേറ്റീവ്സ് ഭയന്നു പോയി. അപ്പോൾ ആ സമയത്താണ് പുള്ളി ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇട്ടിരുന്നത്, ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഡാന വൈറ്റും അന്ന് ടെൻഷനൊക്കെ ആയിരുന്നു. ഡാന വൈറ്റ് പറഞ്ഞു, ഞാൻ അമേരിക്കയിലേക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ താങ്കളെ പ്രവേശിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹംസ ഷിമേവ് ആകെ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. അന്ന് ഹംസ ഷിമേവ് ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകണം, റഷ്യയിലേക്ക് തിരിച്ചു പോവാണ്. അവിടെ പുള്ളി അദ്ദേഹത്തിൻ്റെ മൗണ്ടൻസ് ആ പ്രദേശത്തേക്ക് തിരിച്ചു പോയി. ഒരുപക്ഷെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരിക്കാം, പുള്ളിക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തു. പുള്ളി പോയത് പുള്ളിയുടെ പഴയ റെസ്ലിംഗ് കോച്ചിൻ്റെ അടുത്തേക്കാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ റെസ്ലിംഗ് കോച്ചസിന്റെ കുറേ അപ്പൂപ്പന്മാരുണ്ട്. നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ കാണാൻ സാധിക്കും, ഈ ഫോട്ടോസിൽ കാണാൻ സാധിക്കും. ഇദ്ദേഹമാണ് ആ റെസ്ലിംഗ് കോച്ചസിൽ ഒരു വ്യക്തി. ഇതേ റെസ്ലിംഗ് കോച്ചിന്റെ ക്യാമ്പിൽ, ഈ കോച്ചിങ് ക്യാമ്പിലാണ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള, നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, റഷ്യൻ റെസ്ലർ ബുവൈസർ സൈത്തേവ്. ഇപ്പോൾ ഹംസ ഷിമേവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, അത് ബുവൈസർ സൈത്തേവിന്റെയാണ്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരണം സംഭവിക്കുകയുണ്ടായി. അതിന് ചടങ്ങിന് ഹംസ ഷിമേവ് ഒക്കെ ഉണ്ടായിരുന്നു. ചടങ്ങിന് മാത്രമല്ല, പ്രൊഫൈൽ പിക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ബുവൈസർ എന്ന് പറയുന്നത് 3 തവണ റഷ്യൻ ചാമ്പ്യനൊക്കെയാണ്, ഒളിമ്പിക് ചാമ്പ്യനാണ്. റഷ്യൻ ചാമ്പ്യൻ അല്ല, ഒളിമ്പിക് ചാമ്പ്യനാണ്. നിരവധി തവണ വേൾഡ് ചാമ്പ്യനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു റെസ്ലിംഗിന്റെ ഒരു ഭീകരമായിട്ടുള്ള ഫേസിൽ ട്രെയിനിങ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പിലേക്കാണ് ഹംസ ഷിമേവ് പോയത്. അവിടെ ഹംസ ഷിമേവ് മെല്ലെ മെല്ലെ മെല്ലെ, കാരണം ഇവർക്കറിയാം, ഈ ക്യാമ്പിലുള്ളവർക്കറിയാം മൗണ്ടൻസിൽ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ആ ശരീരവും മനസ്സും പതിയെ 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 മുന്നോട്ട് പോയി. ഇപ്പോൾ കാണുന്ന, നമ്മൾ റോബർട്ട് വിട്ടേക്കർ ഫൈറ്റിൽ കണ്ട ആ ഹംസ ഷിമേവും ഇപ്പോൾ കാണുന്ന അഗ്രസീവായിട്ടുള്ള ഹംസ ഷിമേവും, വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഹംസ ഷിമേവിനെയും ഈ ലെവലിൽ എത്തിച്ചതിന് പിന്നിൽ ഈ റഷ്യൻ ടീമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ബുവൈസറിന്റെയും ഈ അപ്പൂപ്പന്മാരുടെയും പല സീനിയേഴ്സിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ പലതവണ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ സാദുലേവ് അബ്ദുൾ റഷീദ് ഒക്കെ വരുന്നുണ്ട്. സാദുലേവിന്റെ കൂടെ ഹംസത്ത് ട്രെയിൻ ചെയ്യുന്ന ഒരു പോസ്റ്റും ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റിലും കാണുന്നുണ്ട്. അങ്ങനെ മക്കളെ, ഈ കോച്ചിങ് ക്യാമ്പിലാണ് റഷ്യയുടെ നാഷണൽ റെസ്ലിംഗ് ടീം പ്രാക്ടീസ് ചെയ്യുന്നത്. ഹംസ ഷിമേവ് അവരുടെ കൂടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഹംസ ഷിമേവ് അവിടുന്ന് റെസ്ലിംഗ് പൊടി തട്ടി എടുക്കുക മാത്രമല്ല, സ്വന്തം ശരീരത്തെ മെല്ലെ മെല്ലെ, ശരീരത്തെയും മനസ്സിനെയും, റിട്ടയർമെന്റ് ചെയ്യാൻ പോയിരുന്ന ഹംസ ഷിമേവിനെ മെല്ലെ അവിടെ നിന്ന് ഇപ്പോഴത്തെ പഴയ ആ ഒരു ഹംസത്തിനെക്കാട്ടിലും വലിയ സൂപ്പർ ഹ്യൂമൻ ആയിട്ട് തിരിച്ച് എത്തിച്ചിരിക്കുകയാണ് ഈ റഷ്യയുടെ ടീം. ഓക്കെ, അപ്പോ അവിടുന്ന് പിന്നെ ഹംസ ഷിമേവ് ഈ റഷ്യൻ കോച്ചിങ് ക്യാമ്പിൽ നിന്ന് എൻ്റെ റിസർച്ചിൽ മനസ്സിലാകുന്നത്, വേറെ പല ക്യാമ്പ്സിലും പോകുന്നു, അധ്വാനിക്കുന്നു. അവിടെ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പടത്തിൽ TK MMA ഫിറ്റ്, ഇക്മത്ത് MMA എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്ത് ഇദ്ദേഹം പോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്കിൽ ഷാർപ്പൻ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എൻ്റെ റിസർച്ചിൽ കാണാൻ, എല്ലാം ഫോട്ടോസിലാണ് കാണുന്നത്. ഞാൻ വെറുതെ വാചകം അടിക്കുക മാത്രമല്ല. അങ്ങനെ അധ്വാനം കൂടുതലാണ്. എല്ലാം ഹംസത്തിന് ഈ ബെൽറ്റിനോടുള്ള അതിയായ ആഗ്രഹമാണ്. ഡ്രീക്കസിനുമുണ്ട്. പക്ഷെ ആരാണ് കൂടുതൽ ഹംഗ്രി എന്നോ, ആർക്കാണ് കൂടുതൽ വിശപ്പ്, അവർക്കേ പ്രകൃതി നൽകൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ ഹംസ ഷിമേവ് അദ്ദേഹത്തിന്റെ രാജ്യം ചെച്ചന്യയിൽ അന്ന് മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്. അവിടെ നിന്ന് അവർ സ്വീഡനിലേക്ക് വന്നു. സ്വീഡനിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. ആ കഷ്ടപ്പാടിനെല്ലാം പുള്ളി പ്രാക്ടീസ് ചെയ്തു. ഗസ്താവ്സിന്റെ ടീമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെയും പുള്ളി ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്ന് സെറ്റിൽ ആവാൻ കുറെ സമയമെടുത്തു. പക്ഷെ ഇപ്പോൾ ഹംസ ഷിമേവ് സെറ്റിൽഡ് ആണ്. ഇനി ഈ ചാമ്പ്യൻഷിപ്പ് ജയിച്ചില്ലെങ്കിൽ കൂടി പുള്ളിയുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും, പുള്ളി സെറ്റാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലാസ്റ്റ് രസകരമെന്ന് പറയട്ടെ, ഹംസ ഷിമേവ് അർമാൻ സാറൂഖിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെയും അർമാന്റെ കൂടെയും ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ ഹംസ ഷിമേവ് ഈ ഒരു ഫൈറ്റ് ജയിച്ചാലും തോറ്റാലും റിട്ടയർ ചെയ്യുമായിരിക്കും. ബിക്കോസ് ഓഫ് പുള്ളിയുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. പിന്നെ പുള്ളിയുടെ ബിക്കോസ് ഓഫ് ദ ഹെൽത്ത് ഇഷ്യൂ, ഇപ്പൊ പുള്ളി ഹെൽത്തി ആയിട്ട് കാണപ്പെടുന്നു. ഇനി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇനി നിങ്ങൾ പറയുക, ആര് ജയിക്കുമായിരിക്കും? എനിക്ക് തോന്നുന്നത് ഡ്രീക്കസും പുലിയാണ്, ഹംസത്തും പുലിയാണ്. പക്ഷെ ആരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് ഉത്തരം നൽകാനായിരിക്കും? എൻ്റെ കയ്യിൽ ഒരു ഉത്തരവേ ഉള്ളൂ, ഹംസ ഷിമേവ്. അതുകൊണ്ടാണ് ഞാൻ ഹംസ ഷിമേവിനെ പിക്ക് ചെയ്യുന്നത്.
ഇനി ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനി അഥവാ ഡ്രീക്കസ് ഡ്യൂപ്ലസിസ് ഹംസത് ഷിമേവ് നിങ്ങൾ നോക്കിക്കോ, ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, ആ കൊടുങ്കാറ്റിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള അർഹതയുള്ള ഒരേ ഒരു ഫൈറ്ററേ ഉള്ളൂ, അത് ഡ്രീക്കസ് ആണ്. ബിക്കോസ് ഡ്രീക്കസിന്റെ ഒരു പ്രത്യേകതരം ക്യാരക്ടർ ഉണ്ട്, ഒരു ഭ്രാന്ത് പിടിച്ച ക്യാരക്ടർ, എക്സെൻട്രിക് ക്യാരക്ടർ, ഒരു കൈൻഡ് ഓഫ് വെറൈറ്റി ഇൻഡിവിജ്വൽ ആണ് പുള്ളി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രീക്കസിന് മാത്രമേ പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കണ്ടോ റോബർട്ട് വിട്ടേക്കർ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഹംസത്ത് തീർത്തു. ബിക്കോസ് കൊടുങ്കാറ്റ് പോലെയാണ് ഹംസത്ത് വീശി അടിക്കുന്നത്. ബിക്കോസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നുപോയി. അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഡ്രീക്കസിന് മാത്രമേ പറ്റൂ. ഇനി പിടിച്ചു നിൽക്കുക മാത്രമല്ലാതെ ഡ്രീക്കസ് ഹംസത്ത് ഷിമേവിനെ പരാജയപ്പെടുത്തിയാൽ അന്ന് ഞാൻ പറഞ്ഞ പോലെ മെറാബിനെ ഉമർ തോപ്പിക്കുകയാണെങ്കിൽ ഞാൻ എണ്ണീറ്റ് നിന്ന് സല്യൂട്ട് അടിപ്പിക്കുമെന്ന് പറഞ്ഞു, ഇനിയുള്ള വീഡിയോസിലെല്ലാം. അതേപോലെ ഡ്രീക്കസ് ഹംസത്ത് എന്ന വൻമരത്തെ വീഴ്ത്തുകയാണെങ്കിൽ ഗൈസ് ഞാൻ സന്തോഷത്തോടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും എണ്ണീറ്റ് നിന്ന് ഡ്രീക്കസിന് ഒരു സല്യൂട്ട് കൊടുത്തിട്ടേ ഞാൻ സംസാരിക്കും. കാരണം ഞാൻ ഡ്രീക്കസിന്റെ ഫാനാണ്. പക്ഷെ ഇവിടെ ഫാൻ അല്ല, ഇതൊന്നും അല്ല സംഭവം. ലോജിക് പ്രകാരം ആര് ജയിക്കും, യൂണിവേഴ്സൽ ലോ പ്രകാരം ആര് ജയിക്കും? ഐ ക്യാൻ സീ ഓൺലി ഹംസത്ത് ഷിമേവ്. ഞാൻ ചിലയ്ക്കാനുള്ളതെല്ലാം ചിലച്ചു കഴിഞ്ഞു. 16 മിനിറ്റാണ് ഞാൻ ചിലച്ചുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ബിക്കോസ് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ പറയണമായിരുന്നു. അപ്പോൾ എൻ്റെ അവസരം കഴിഞ്ഞു. ഇനി നിങ്ങളാണ് കമന്റിൽ നിങ്ങളുടെ ആഴത്തിലുള്ള, ഹൃദയത്തിലും മനസ്സിൽ നിന്നും ആഴത്തിലുള്ള ഫിലോസഫി ഇനി ഒഴുകട്ടെ. നിങ്ങളുടെ എല്ലാ കമന്റും ഞാൻ വായിക്കുന്നുണ്ട്. സപ്പോർട്ടിനെല്ലാം വളരെ നന്ദി. നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.